Dear students, surface chemistry fifth chapter surface chemistry first portion adsorption പഠിച്ചു. അടുത്ത സെക്ഷനാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ കറ്റാലിസിസ് ഈ വാക്ക് നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് ഏകദേശം ഒരു കെമിസ്ട്രി പഠിച്ചു തുടങ്ങുന്ന ആ സമയത്ത് തന്നെ കേൾക്കുന്നതാണ് ഒരു കാറ്റലിസ്റ്റ്, ഉൾപ്രേരകം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ഡെഫിനേഷനൊക്കെ അറിയാം. It is a substance which increases the rate of a reaction itself undergoing any chemical change. അത് സ്വയം കെമിക്കൽ ചേഞ്ച് സംഭവിക്കാതെ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതും ആ പ്രോസസ്സിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്, ആ ഫിനോമിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം. എന്നാലും നമ്മൾ കാറ്റലിസ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പൊട്ടാസ്യം ക്ലോറേറ്റ് KClO3 and decomposition. Catalyst is a substance which alter the rate of a reaction without itself undergoing any permanent chemical change. ഇനി നമ്മളെ ടെക്സ്റ്റിലൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിളാണ് KClO3. അതായത് പൊട്ടാസ്യം ക്ലോറേറ്റ്, ഇതിപ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് ഇവിടെ MnO2 ആണ് ഇതിൻ്റെ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇനി ഈ കാറ്റലിസ്റ്റ് ഇല്ലാതെ ഈ റിയാക്ഷൻ നടക്കും. കാറ്റലിസ്റ്റ് ഇല്ലാതെയും പൊട്ടാസ്യം ക്ലോറേറ്റ് ഡികമ്പോസ് നടന്ന് പൊട്ടാസ്യം ക്ലോറൈഡും ഡയോക്സൈനും തരും നമുക്ക്. പക്ഷെ അത് ഒരു ഹയർ ടെമ്പറേച്ചറിലാണ്, അതായത് ഏകദേശം ഒരു 653 to 873 കെൽവിനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നമ്മളൊരു സ്മോൾ എമൗണ്ട് മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ തന്നെ ലോവർ ടെമ്പറേച്ചറിൽ നടക്കുവാണ്, ഏകദേശം ഒരു 473 to 633 കെൽവിൻ. അത് മാത്രമല്ല അതിൻ്റെ റിയാക്ഷൻ റേറ്റ് കൂടുകയും ചെയ്യും. ഈ റിയാക്ഷൻ്റെ അവസാനം നമ്മൾ ആഡ് ചെയ്ത മാംഗനീസ് ഡയോക്സൈഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇൻ എമൗണ്ട് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ. അവസാനം ഇന്ന് എമൗണ്ടിനോ അല്ലെങ്കിൽ കെമിക്കൽ കോമ്പോസിഷനോ യാതൊരു വ്യത്യാസവും ഇല്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ ആഡ് ചെയ്ത മാംഗനീസ് ഡയോക്സൈഡ് റിയാക്ട് ചെയ്തൊന്നുമില്ല, എങ്കിൽ അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വേണം അല്ലേ. അപ്പോൾ ഇതാകെ എന്തേ ചെയ്തുള്ളൂ, ഈ റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫോറിൻ സബ്സ്റ്റൻസസ് ആണ്, ഇതിന് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറിൻ സബ്സ്റ്റൻസുകൾ ചില റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ MnO2 KClO3 ഡീകമ്പോസിഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റുള്ള റിയാക്ഷൻ്റെ ഇത് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ചില ഫോറിൻ സബ്സ്റ്റൻസുകൾ ചില റിയാക്ഷൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബെർസീലിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഫോറിൻ സബ്സ്റ്റൻസിനെ കുറിച്ച് പഠിക്കുന്നതും അവർക്ക് കാറ്റലിസ്റ്റ്, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, അതായത് റിയാക്ഷനിലൊന്നും പങ്കെടുക്കാതെ അവസാനം അൺചേഞ്ച്ഡായിട്ട് കിട്ടുന്നു ഇനി എമൗണ്ട് ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ. അപ്പോൾ ആ ഫോറിൻ സബ്സ്റ്റൻസിനെ അദ്ദേഹം കാറ്റലിസ്റ്റ് എന്ന പേര് കൊടുക്കുകയും ആ ഫിനോമിനെ കറ്റാലിസിസ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ചരിത്രം ഇത് അതിൻ്റെ ഹിസ്റ്ററിയാണ്, അത് പറയേണ്ട കാര്യമില്ല, ഞാൻ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഡെഫിനിഷൻ? എ കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ വിത്തൗട്ട് ഇറ്റ്സെൽഫ് അണ്ടർഗോയിങ് എനി പെർമനൻറ്റ് കെമിക്കൽ ചേഞ്ച്. എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊട്ടാസ്യം ക്ലോറേറ്റിൻ്റെ ഡികമ്പോസിഷൻ എഴുതാം. അതല്ല എങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഹേബർ പ്രോസസ്സ്, കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്ന അമോണിയയുടെ പ്രിപ്പറേഷൻ N2+3H2 ഇക്വിലിബ്രിയം 2NH3, അവിടെ അയൺ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് നടക്കുന്ന എല്ലാ റിയാക്ഷനും നമുക്ക് ഇതിന് കറ്റാലിസിസിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി നമ്മുടെ മനസ്സിൽ കാറ്റലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്നാണ്. പക്ഷേ നമ്മൾ ഡെഫിനിഷനിൽ ഇവിടെ നമ്മൾ ഡെഫിനിഷൻ ഓൾട്ടർ ദ റേറ്റ് ഓഫ് എ റിയാക്ഷനെ പറയുന്നുള്ളൂ, അതായത് റിയാക്ഷൻ്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാം, ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കാറ്റലിസ്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. എന്താണ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ വെൻ എ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കാറ്റലിസ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഹേബർ പ്രോസസ്സ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ റിയാക്ഷനും എന്ത് തന്നെയാണ്, പോസിറ്റീവ് കറ്റാലിസിസ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ടെന്നും കൂടി നമ്മൾ ഓർക്കുക.
When a catalyst decreases the rate of a chemical reaction, it is called a negative catalyst. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് ഡിക്കമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആസിഡ് ഉണ്ടെങ്കിൽ ഡൈലൂട്ട് H2SO4 ആകാം, അല്ലെങ്കിൽ H3 ഫോസ്ഫോറിക് ആസിഡ് ആകാം, സൾഫ്യൂരിക് ആസിഡ് ആകാം. ഡൈലൂട്ട് ആസിഡ്സിൻ്റെ പ്രസൻസിൽ ആ റേറ്റ് ഓഫ് ഡിക്കമ്പോസിഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നെഗറ്റീവ് കാറ്റലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ കാറ്റലിസ്റ്റ് എല്ലാം പോസിറ്റീവ് കാറ്റലിസ്റ്റാണ്, പക്ഷേ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് തരുന്ന കാറ്റലിസ്റ്റുകളും ഉണ്ട്. അപ്പം നോർമലായിട്ട് നിങ്ങൾ കാറ്റലിസ്റ്റ് സബ്സ്റ്റൻസ് വിച്ച് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഓൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്. ഓർക്കുക. ഇനി അടുത്തത് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയ്സൺസ്. പോയ്സൺ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വിഷം അല്ലേ. പ്രൊമോട്ടർ എന്ന് കേൾക്കുമ്പോഴും അറിയാം പ്രൊമോട്ട് ചെയ്യുന്നവർ, പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലേ. അപ്പോൾ കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയ്സൺസ് ആണ്. അപ്പോൾ എന്താണ് പ്രൊമോട്ടർ? Promoters are the substances that enhance the activity of a catalyst. For example, Haber process for the manufacture of ammonia N2 plus 3H2 equilibrium 2NH3. അവിടെ നമുക്ക് കാറ്റലിസ്റ്റ് അയൺ ആണെന്നറിയാം. പക്ഷെ അതിൻ്റെ കൂടെ മോളിബ്ഡിനം MO അല്ലെങ്കിൽ Al2O3 അലുമിനിയം ഇതൊക്കെ ആക്ട് ആസ് എ പ്രൊമോട്ടർ. എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോട്ടറിന് ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനുള്ള കഴിവില്ല, പക്ഷേ അതിൽ കാറ്റലിസ്റ്റായ അയണിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനുള്ള കഴിവുണ്ട്. അപ്പോൾ അയണിൻ്റെ കഴിവിനെ, അയൺ ആഡ് ചെയ്യുന്നത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനാണ്, അതിൻ്റെ കഴിവിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് പ്രൊമോട്ടർ. അപ്പോൾ ഓർക്കുക, പ്രൊമോട്ടർ കനോട്ട് കാറ്റലൈസ് എ റിയാക്ഷൻ. പ്രൊമോട്ടറിന് സ്വയം ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതെന്താ ചെയ്യുന്നത്? ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ പ്രൊമോട്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് എൻഹാൻസ് ദി ആക്ടിവിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്. ഇപ്പോൾ ഹേബർ പ്രോസസ്, മോളിബ്ഡിനം ഓർ അലുമിന ആക്ട് ആസ് എ പ്രൊമോട്ടർ. എന്തിനും ഒരു ഓപ്പോസിറ്റ് അല്ലേ, ഒരു എതിരാളി ഉണ്ടെന്ന് പറയുന്നത് പോലെ പ്രൊമോട്ടർ ഉണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ട്, പോയിസണും ഉണ്ട്. അപ്പോൾ പ്രൊമോട്ടർ എൻഹാൻസ് ചെയ്യുമെങ്കിൽ പോയിസൺ എന്തുമായിരിക്കും ചെയ്യുന്നത്? അത് ഡിസ്ട്രോയ് ദ ആക്ടിവിറ്റി ഓഫ് ദി കാറ്റലിസ്റ്റ് ബൈ ദ പ്രസൻസ് അല്ലെ, ആർ നോൺ ആസ് കാറ്റലിറ്റിക് പോയിസൺ. സബ്സ്റ്റൻസസ് വിച്ച് ഡിസ്ട്രോയ് ദി ആക്ടിവിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ് ബൈ ദ പ്രസൻസ് ആർ നോൺ ആസ് കാറ്റലിറ്റിക് പോയിസൺസ്. അതിന് എക്സാമ്പിൾ, ഇതേ ഹേബർ പ്രോസസ്സിൽ തന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ദാറ്റ് deactivate the catalyst. The presence of carbon monoxide or hydrogen sulfide destroy the activity of catalyst in the manufacture of ammonia in Haber process. അപ്പോൾ മോളിബ്ഡിനം പ്രൊമോട്ടറാണ്. അതേ റിയാക്ഷനിൽ തന്നെ കാർബൺ മോണോക്സൈഡ് ആരാണ്? പോയിസണാണ്. ഓക്കെ, അപ്പം നമ്മൾ 4 ടേം പഠിച്ചു. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് അല്ലേ, then catalytic promoter, catalytic poison. ഇനി ടൈപ്സ് ഓഫ് കറ്റാലിസിസ്. അപ്പം നമ്മൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലേ, ആ പ്രോസസ്സിനെയാണ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ്, ഇറ്റ് ഈസ് ഹോമോജീനിയസ് കറ്റാലിസിസ് ആൻഡ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഓർക്കുക. ഇപ്പോൾ ഹോമോജീനിയസ് കറ്റാലിസിസ്. എന്താണ് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ, സെയിം ഫേസ് മീൻസ് ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ, രണ്ടുപേരും ലിക്വിഡ് അല്ലെങ്കിൽ രണ്ടുപേരും ഗ്യാസ് അല്ലെങ്കിൽ രണ്ടുപേരും സോളിഡ് അല്ലേ, അപ്പോൾ അതാണ് ഹോമോജീനിയസ്. സോ ഹോമോജീനിയസ് കറ്റാലിസിസിൽ ഇഫ് ദ റിയാക്റ്റൻസ് ആൻഡ് ദ കാറ്റലിസ്റ്റ് ആർ ഇൻ ദ സെയിം ഫേസ്, ദ പ്രോസസ് ഈസ് സെഡ് ടു ബി ഹോമോജീനിയസ് കറ്റാലിസിസ്. അതിന് നിങ്ങളുടെ എക്സാമ്പിൾ പറയുന്നത് സൾഫർ ഡയോക്സൈഡ് SO2 + O2 ഗീസ് SO3. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സൾഫർ ഡയോക്സൈഡ് ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്, കാറ്റലിസ്റ്റ് നൈട്രിക് ഓക്സൈഡ് അതും ഗ്യാസാണ്. സോ ദ റിയാക്റ്റൻ്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ദി സെയിം ഫേസ്. ദെൻ hydrolysis of ester
that is CH3COO, CH3 plus H2O, then acid HCl, അതും ലിക്വിഡാണ്. അപ്പോൾ എസ്റ്റർ ലിക്വിഡാണ്, വാട്ടർ ലിക്വിഡാണ്, എടുത്ത ആസിഡ് ലിക്വിഡാണ്. we get acetic acid CH3COO H plus CH3OH. ഒരു എക്സാമ്പിൾ ഈ എക്സാമ്പിൾ തന്നെ എഴുതണമെന്നില്ല, എന്നാൽ നമുക്ക് ഈ എക്സാമ്പിൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്, കാരണം ഇതിൽ തന്നെ നമുക്ക് ഹെട്രോജീനിയസിനും ഇതേ ഒരു റിയാക്ഷൻ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ അപ്പോൾ 2SO2 plus O2 gives S2SO3, അവിടെ കാറ്റലിസ്റ്റ് NO ആണ്, എല്ലാവരും ഗ്യാസാണ്. അപ്പോൾ റിയാക്റ്റൻറ്റും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ ഹോമോജീനിയസ് കാറ്റലിസിസ്. ഇപ്പോൾ ഹെട്രോജീനിയസ് എന്തുമായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം അല്ലേ? ഇഫ് ദ റിയാക്റ്റൻറ്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഹെട്രോജീനിയസ് catalysis. A catalytic process in which the reactants and the catalyst are in different phases, it is known as heterogeneous catalysis. Heterogeneous catalysis ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഹേബർ പ്രോസസ്സ് തന്നെയാണ്. ദാറ്റ് ഈസ് N2 plus 3H2 gives 2NH3. കാറ്റലിസ്റ്റിനെ പ്രത്യേകം കാണാതെയൊന്നും പഠിക്കേണ്ട, Fe തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നൈട്രജനും ഹൈഡ്രജനും ഗ്യാസ് ആണ്, പക്ഷേ അയൺ എന്തുവാണ്? സോളിഡാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് എളുപ്പമാണെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2SO2 plus O2 gives 2SO3, അവിടെ NO ഗ്യാസ്. അതേ സ്ഥാനത്ത് ഇതേ റിയാക്ഷൻ തന്നെ ഇത് കോണ്ടാക്ട് പ്രോസസ്സിലാണ്. SO2 plus O2 gives PT, പ്ലാറ്റിനം. അതിൻ്റെ പ്ലാറ്റിനം എന്തുവാണ്? സോളിഡാണ്. ഇതുപോലെ തന്നെ SO2 plus O2 V2O5, വനേഡിയം പെൻറ്റോക്സൈഡ് കോണ്ടാക്ട് പ്രോസസ്സിൽ, അതും സോളിഡാണ്. ടെക്സ്റ്റിൽ വേറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ പ്ലാറ്റിനം സോളിഡ് എഴുതിയ ഹെട്രോജീനിയസ് കറ്റാലിസിസിന് എക്സാമ്പിളായി, NO ഗേഷ്യസ് സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ ഹോമോജീനിയസിനും എക്സാമ്പിളായി. പിന്നെ ഹെട്രോജീനിയസിന് നമുക്ക് അമോണിയയുടെ ഹേബർ പ്രോസസ്സ് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റും അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കറ്റാലിസിസ് ആണ്. അപ്പോൾ ഹോമോജീനിയസ് കറ്റാലിസിസ് ഉണ്ട്, ഹെട്രോജീനിയസ് കറ്റാലിസിസ് ഉണ്ട്. റിയാക്റ്റൻ്റ് ആൻഡ് catalysts are in same phase, homogeneous catalysis. The process in which the reactant and the catalyst are in different phases known as heterogeneous catalysis. അല്ലേ? അപ്പോൾ അടുത്ത രണ്ട് പോയിന്റുകളായി നമുക്ക്. ഇനി എങ്ങനെയാണ് ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ, മെക്കാനിസം ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് അഡ്സോർപ്ഷൻ തിയറിയാണ്. അത് നമുക്ക് നോക്കാം. മെക്കാനിസം ഇൻവോൾവ് 5. നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹേബർ പ്രോസസ്സ് ആണ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാറ്റലിസ്റ്റ് ഒരു സോളിഡാണ് അല്ലേ, റിയാക്റ്റൻ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഹെട്രോജീനിയസ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ഫേസ് ആയിരിക്കണമല്ലോ. നമ്മൾ ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ മെക്കാനിസമാണ് പറയുന്നത്, ഹോമോജീനിയസ് അല്ല. അപ്പോൾ ഹെട്രോജീനിയസ് ആകുമ്പോൾ കാറ്റലിസ്റ്റ് സോളിഡും റിയാക്റ്റൻ്റ് എന്താ ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ മെക്കാനിസം 5 സ്റ്റെപ്സിലൂടെയാണ് നടക്കുന്നത്. 1. ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിലോട്ട് നമ്മൾ റിയാക്റ്റൻറ്റിനെ കടത്തിവിടും. ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ഇനി അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? റിയാക്റ്റൻ്റ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടും. അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ഇപ്പോൾ റിയാക്റ്റൻറ്റുകളെല്ലാം എവിടെ ഇരിക്കുകയാണ്? കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഇരിക്കുക. അവരവിടെ ഇരുന്ന് റിയാക്ട് ചെയ്ത് റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടായി പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു അടുത്ത സ്റ്റെപ്പിൽ അല്ലേ. occurrence of chemical reaction on the catalytic surface through the formation of an intermediate. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു, എന്നിട്ട് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു ത്രൂ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻ്റർമീഡിയറ്റ്. ദെൻ പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. ദെൻ ഡിസോപ്ഷൻ ഓഫ് ദ റിയാക്ഷൻ പ്രോഡക്റ്റ് ഫ്രോം ദ കാറ്റലിറ്റിക് സർഫസ്. ഇപ്പോൾ പ്രോഡക്റ്റ് എവിടെ ഇരിക്കുന്നത്? കാറ്റലിസ്റ്റിൻ്റെ സർഫസിലാണ്. ഇനി അതവിടെ നിന്ന് ഡിസോപ്ഷൻ നടക്കണം. ഡിസോപ്ഷൻ നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് ദി അഡ്സോർബേറ്റിനെയാണ് നമ്മൾ ഡിസോപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്ട്സ് എന്ന് ഡിസോർബ് ചെയ്യുന്നു. ദെൻ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ഷൻ പ്രോഡക്റ്റ് away ഫ്രോം ദി catalytic സർഫസ്. നൗ ദ catalytic സർഫസ് ഈസ് റെഡി ഫോർ ടേക്കിംഗ് അനദർ റിയാക്റ്റൻറ്റ്. ഇനി അത് അടുത്ത റിയാക്റ്റൻറ്റിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇതാണ് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 1. ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ടു ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. ദെൻ അഡ്സോർപ്ഷൻ ഓഫ് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. Then occurrence of a chemical reaction on the surface through the formation of an intermediate, and it is then converted to product. Then desorption of the product from the catalytic surface. The diffusion of reaction products away from the
catalytic surface. അടുത്തത് സം ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ രണ്ട് ഫീച്ചേഴ്സാണ്, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സാണ്. ഒന്ന് ആക്ടിവിറ്റി. എന്താണ് ഒരു കാറ്റലിസ്റ്റിക് ആക്ടിവിറ്റി? അതായത് കാറ്റലിസ്റ്റിന് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ആ കഴിവിനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി is the ability of a catalyst to increase the rate of a given chemical reaction is called catalytic activity. It depends on the adsorption of reactant on the surface of the catalyst. അതായത് ആ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്റ്റൻ്റ് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് അഡ്സോർബ് ചെയ്യപ്പെടുമോ അത്രയും കാറ്റലിറ്റിൻ്റെ ആക്ടിവിറ്റി, ആ റിയാക്ഷൻ്റെ ആക്ടിവിറ്റി കൂടും. So chemisorption is the main factor governing the activity of a catalyst. Chemisorption ആണ് അതിൻ്റെ മെയിൻ ഫാക്ടർ കാറ്റലിറ്റിൻ്റെ ആക്ടിവിറ്റി. അപ്പോൾ the ability of a catalyst to increase the rate of a given chemical reaction is called catalytic activity and depends on the adsorption of reactants on the surface of catalyst. So activity is the ability of a catalyst to increase the rate of a given chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ ആൻഡ് റേറ്റിനെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ട്രാൻസിഷൻ മെത്തേഡ്സ് ആർ ഗുഡ് കാറ്റലിസ്റ്റ്. ദെൻ സെലക്ടിവിറ്റി. Selectivity of a catalyst is its ability to direct a reaction to yield a particular product. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി, ഇപ്പോൾ എല്ലാ റിയാക്ഷനും നമുക്ക് ഒരേ പ്രോഡക്റ്റ് അല്ല കിട്ടുന്നത്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ എബിലിറ്റി ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഗിവ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ഒരു റിയാക്ഷനിൽ നിന്നും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ കിട്ടാൻ ഒരു കാറ്റലിസ്റ്റ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ സെലക്ടിവിറ്റി. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. CO, carbon monoxide plus hydrogen in presence of nickel gives methane plus H2O. ഇവിടുത്തെ കാറ്റലിസ്റ്റ് നിക്കൽ. അടുത്ത് നോക്കിക്കേ, സെയിം റിയാക്റ്റൻറ്റ് CO plus 2H2. നമ്പർ ഓഫ് മോൾസിൽ വ്യത്യാസമുണ്ട്, അതല്ല, നമ്മൾ റിയാക്റ്റൻറ്റ് സെയിം ആണ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. കാറ്റലിസ്റ്റ് മാറി. കോപ്പർ, സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിയം ഓക്സൈഡ്, വി ഗെറ്റ് മെത്തനോൾ CH3OH. Then again the same reactant CO plus H2 gives copper formaldehyde HCHO. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ റിയാക്റ്റൻ്റ് സെയിം ആണ്, പക്ഷെ കിട്ടിയ പ്രോഡക്റ്റ് ഡിഫറൻ്റാണ്. ഒന്ന് മീഥൈൻ, ഒന്ന് മെത്തനോൾ, ഒന്ന് ഫോമാൽഡിഹൈഡ്. അപ്പോൾ റിയാക്റ്റൻ്റ് സെയിം, പ്രോഡക്റ്റ് ഡിഫറൻറ്റ്. അപ്പോൾ അവിടെ ഈ പ്രോഡക്റ്റ് കിട്ടാൻ ഡയറക്റ്റ് ചെയ്ത് ആരാണ്? ഇപ്പം നിക്കലായി എടുത്തത് കൊണ്ടാണ് ഇത് മീഥൈൻ ആയത്. ഇതേ സ്ഥാനത്ത് നിങ്ങൾ കോപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോമാൽഡിഹൈഡേ കിട്ടുള്ളൂ. ഇതേ റിയാക്റ്റൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കോപ്പർ ഇൻ പ്രസൻസ് സിങ്ക് ഓക്സൈഡ് ആൻഡ് ക്രോമിയം ഓക്സൈഡ് എടുത്തെങ്കിൽ മെത്തനോളേ കിട്ടുള്ളൂ. അപ്പോൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് തരണം എന്ന് ഡയറക്റ്റ് ചെയ്തത് റിയാക്റ്റൻ്റ് അല്ല. റിയാക്റ്റൻ്റ് എല്ലായിടത്തും സെയിം ആണ്. പിന്നെ ആരാണ്? കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ്, ഇപ്പം നിക്കലിൻ്റെ എബിലിറ്റിയാണ് ഈ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് ഏത് തരുന്നത്? മീഥൈൻ തരുന്നത്. അപ്പോൾ ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഈ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഈസ് കാൾഡ് ഇറ്റ്സ് സെലക്ടിവിറ്റി. അപ്പോൾ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെ നമ്മൾ ആക്ടിവിറ്റി എന്നും, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുവാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്യുന്ന കഴിവിനെ സെലക്ടിവിറ്റി, അതായത് പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. So selectivity is the ability to direct a reaction to yield a particular product. So the two features of the catalyst are activity and selectivity. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തുവാണ്? The action of a catalyst is highly selective in nature. That is, a given substance can act as a catalyst only in a particular reaction and not for all the reaction. അല്ലേ? അപ്പം നിക്കലൊരു കാറ്റലിസ്റ്റ് ആണ്. ഇതിന് എല്ലാ റിയാക്ഷനെയും കാറ്റലിസ് ചെയ്യാൻ പറ്റില്ല, ഒരു പർട്ടിക്കുലർ റിയാക്ഷന് മാത്രമേ കാറ്റലിസ് ചെയ്യാൻ പറ്റൂ.
അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ രണ്ട് ഫീച്ചേഴ്സാണ് ആക്ടിവിറ്റി, സെലക്ടിവിറ്റി. സോ ആക്ടിവിറ്റി ഈസ് ദി എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. Selectivity of a catalyst is its ability to direct a reaction to yield a particular product. Then shape selective catalyst or zeolites. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്? പേര് തന്നെയുണ്ട്, ഷേപ്പ് സെലക്റ്റീവ്. അതായത് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ റിയാക്റ്റൻറ്റ്, പ്രോഡക്റ്റ് and the pore structure of the catalyst. The catalytic reaction that depends upon the pore structure of the catalyst, size of the reactant and product molecule is called shape selective catalysis. The catalytic reaction that depends upon the pore structure of the catalyst and the size of the reactant and product molecule is called shape selective catalysis. And an example ആണ് zeolites. സിയോലൈറ്റ്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ദേ ആർ അലുമിനോ സിലിക്കേറ്റ്സ്. സിയോലൈറ്റ്സ് ആർ ഹൈലി പോറസ് സ്ട്രക്ചർ, ദേ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്ന് അന്ന് നമ്മൾ പറഞ്ഞില്ല. സിയോലൈറ്റ്സ് ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് പഠിച്ചത്. അപ്പോൾ എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്? ദ കാറ്റലിറ്റിക് reaction that depends upon the pore structure of the catalyst and the size of the reactant and the product molecule is called shape selective catalyst. അതായത് പോറസ് സ്ട്രക്ചർ, ചെറിയ ചെറിയ പോർസ് ഉണ്ട്. ആ പോർ സ്ട്രക്ചറിനകത്ത് ഇത് കയറാൻ പറ്റുന്ന, അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന റിയാക്റ്റൻറ്റിനും അവിടെ വെച്ചുണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ സൈസും ആ പോർ സ്ട്രക്ചറുമായിട്ട് പോർ സൈസുമായിട്ട് കമ്പയറബിൾ ആണെങ്കിൽ മാത്രമേ അതിന് ആ കാറ്റലിസ്റ്റിന് ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കാറ്റലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോർ സ്ട്രക്ചർ ഓഫ് ദ കാറ്റലിസ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് മോളിക്യൂൾ. എക്സാമ്പിൾ സിയോലൈറ്റ്സ്. എന്താണ് സിയോലൈറ്റ്സ്? സിയോലൈറ്റ്സ് ആർ ഗുഡ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഹണി കോംബ് സ്ട്രക്ചർ. തേനീച്ച കൂട് പോലെ എനിക്ക് നിറയെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് അല്ലേ? തേനീച്ച സ്ട്രക്ചർ, ഹണി കോംബ് സ്ട്രക്ചർ ആണ് അതിനുള്ളത്. They are microporous aluminosilicates with a 3-dimensional network structure, ALOSI bond. അതായത് ശരിക്കും സിലിക്കേറ്റ് ആണ്. അതിനകത്ത് some silicon atoms are replaced by aluminum atoms. So they are aluminosilicate. The reactions taking place in zeolites depends upon the size and the shape of the reactant and the product molecules as well as upon the pore and cavities of the zeolites. അതായത് സിയോലൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ ആ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റിൻ്റെ പോർ അല്ലെങ്കിൽ ക്യാവിറ്റിക്കകത്ത് കയറിയിരിക്കാൻ പറ്റുന്ന റിയാക്റ്റൻറ്റിനും പ്രോഡക്റ്റിനും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിയോലൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സിയോലൈറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി size and shape of the reactant and the product molecules as well as upon the pore and the cavities of the zeolites. അപ്പോൾ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ഡെഫിനിഷൻ ചോദിക്കുന്നതാണ്. ദറ്റ് ഈസ് എ കാറ്റലിറ്റിക് പ്രോസസ് ഇൻ വിച്ച് the activity of a catalyst depends upon its pore structure and size of the reactant and the product molecules. Example zeolites. Zeolites are good shape selective catalyst. It is due to their honeycomb-like structure. They are microporous aluminosilicate with a 3-dimensional network of ALOSI bond framework. The reactions taking place in zeolites depends upon size and shape of the reactant and the product molecules as well as upon the pore and cavities of the zeolites. ഇനി ഈ സിയോലൈറ്റ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇത് സിയോലൈറ്റ്സ് നാച്ചുറലായിട്ടും കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ലാബിൽ വേണമെങ്കിലും ആ പോർ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വേണ്ട ഷേപ്പ് അനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി they are used in petrochemical industries for cracking of hydrocarbons and isomerization. ഐസോമറൈസേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോമറൈസേഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസിൻ്റെ ക്രാക്കിംഗ് അറിയാലോ, പൈറോളിസിസ് അല്ലേ, ചെറിയ ചെറിയ ബിഗർ ഹൈഡ്രോകാർബനെ സ്മാളർ ഇതായിട്ട് മാറ്റുന്നത്. അപ്പോൾ സിയോലൈറ്റ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് ഫോർ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഐസോമറൈസേഷൻ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിയോലൈറ്റ് കാറ്റലിസ്റ്റാണ് ZSM5 in petrochem industry. It converts alcohols directly into gas or petrol by dehydrating them to give a mixture of hydrocarbon. ആൽക്കഹോൾ നമുക്കറിയാം
OH ഫംഗ്ഷൻ ഗ്രൂപ്പ് അവരെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഒരു മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്നു, ദാറ്റ് ഈസ് പെട്രോളാക്കി മാറ്റുന്നു, ഗ്യാസുലിനാക്കി മാറ്റുന്നു പെട്രോളിയം ഇൻഡസ്ട്രിയിൽ. അത് വിത്ത് എക്സാമ്പിൾ ഫോർ സ്റ്റിളൈറ്റ് കാറ്റലിസ്റ്റ് ആണ് ZSM5 ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ ആ കാറ്റലിസ്റ്റ്, ഇനി ഒരു ടൈപ്പ് ഓഫ് കാറ്റലിസ്റ്റ് കൂടി ഉണ്ട്, എൻസൈം കറ്റാലിസിസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ കാറ്റലിസ്റ്റ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ടേമും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നുകൂടി നോക്കാം. എന്താണ് കാറ്റലിസ്റ്റ്? ഇത് സിമ്പിളായിട്ടുള്ള പോർഷനാണ്. കാറ്റലിസ്റ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ആൾട്ടർ ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ without itself undergoing any permanent chemical change. An example. Then catalyst തന്നെ പോസിറ്റീവ് കാറ്റലിസ്റ്റും ഉണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഉണ്ട്. റിയാക്ഷൻ റേറ്റ് കൂട്ടുന്നവർ പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്, റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നവർ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. ഇനി കാറ്റലിറ്റിക് പ്രൊമോട്ടർ ആൻഡ് പോയിസൺ. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി അങ്ങനെ തന്നെ പറയണം, മറ്റത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത് കാറ്റലിസ്റ്റ്, കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നവരാണ് പ്രൊമോട്ടർ, കാറ്റലിറ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്നവരാണ് പോയിസൺ. ഇനി കാറ്റലിസിസ് പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസ്. കറ്റാലിസിസ് രണ്ടെണ്ണം ഉണ്ട്, ഹോമോജീനിയസ് കറ്റാലിസിസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്. റിയാക്ടൻ്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ സെയിം ഫേസ്, ഒരേ അവസ്ഥയിലാണെങ്കിൽ ഹോമോജീനിയസ് കറ്റാലിസിസും റിയാക്ടൻ്റ് ആൻഡ് കാറ്റലിസ്റ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ് ആണെങ്കിൽ ഹെട്രോജീനിയസ് കറ്റാലിസിസും. അത് കഴിഞ്ഞിട്ട് മെക്കാനിസം ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്, അതായത് ഡിഫ്യൂസ് ദ റിയാക്ടൻറ്റ് ടു ദ സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്, അഡ്സോർപ്ഷൻ ഓഫ് റിയാക്ടൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്, ദെൻ chemical reaction taking place on the surface of the catalyst through the formation of a reaction intermediate, then it is converted to product. The dissolution of the product from the surface of the catalyst, then diffusion of products away from the surface of the catalyst. അത് കഴിഞ്ഞിട്ട് കാറ്റലിസ്റ്റിൻ്റെ അതിൻ്റെ ഫീച്ചർ, അതാണ് അതിൻ്റെ ആക്ടിവിറ്റിയും സെലക്ടിവിറ്റിയും. The ability of a catalyst to increase the rate of a reaction and activity, that depends upon the adsorption, അല്ലേ, കെമിസോപ്ഷൻ ആണ്. ശരിക്കും എത്രത്തോളം സ്ട്രോങ് ആയിട്ട് റിയാക്ടൻ്റ് അഡ്സോർബ് ചെയ്യപ്പെടും അത്രത്തോളം അതിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. രണ്ട് സെലക്ടിവിറ്റി, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു ഡയറക്റ്റ് എ റിയാക്ഷൻ ടു ഗിവ് എ പർട്ടിക്കുലർ product. Then shape selective catalyst. The catalytic activity depends upon the pore structure of the catalyst, then size of the reactant and the products are known as shape selective catalyst. Example zeolites ആണ്. Zeolites എന്ന് പറയുന്നത് that is a good shape selective catalyst because of its honeycomb-like structure. They are chemically they are aluminosilicate with a three-dimensional network structure with a AlOSi bond. Here the catalytic activity of the zeolite depends upon the size and shape of the reactant molecules, product and the pore structure. Size and shape of the pore structure. ഇനി സാധാരണയായിട്ട് നമ്മൾ ഇതിന് നാച്ചുറലായിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഐസോമറൈസേഷൻ, ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ എക്സെട്ര. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സിയോളൈറ്റ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല എക്സാമ്പിളാണ് ZSM5 എന്ന് പറയുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ. അതായത് ആൽക്കഹോളിനെ ഡയറക്റ്റായിട്ട് ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളാക്കി മാറ്റുന്നു ബൈ ഡീഹൈഡ്രേറ്റിംഗ് ആൽക്കഹോൾ ടു ഫോം എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സെക്ഷൻ കൂടി പഠിക്കാനുണ്ട്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എൻസൈംസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.